ഇനിയിപ്പോൾ തിരുവനന്തപുരത്തേക്ക് നമ്മൾ പോകുന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇന്നു മുതൽ വനിതകൾക്ക് സൗജന്യ യാത്ര പദ്ധതിയുടെ ഉദ്ഘാടനം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ഉദ്ഘാടന ബസ് തമ്പാനൂരിൽ തയ്യാറായി കഴിഞ്ഞു. ഈ ബസ്സിൽ ഉദ്ഘാടനത്തിന് ശേഷം മുഖ്യമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും സഞ്ചരിക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരത്തെ തമ്പാനൂരിലെ KSRTC ഉദ്ഘാടന വേദിക്ക് സമീപം നിന്ന് മേഘന മുരളിയും ഷെബീദ് റാവുത്തറും അതുപോലെ സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിനടുത്ത് വരെ ഈ ഉദ്ഘാടന ബസ് സഞ്ചരിക്കുമെന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയും വഹിച്ച് അജ്മൽ ദിറാർ അവിടെ നിന്ന് ചേരും. ആദ്യം മേഘനയിലേക്ക്. മേഘന, എല്ലാ കാര്യങ്ങളും റെഡിയായി കഴിഞ്ഞോ? കാര്യം നമ്മുടെ സ്ത്രീകൾക്കൊക്കെ വലിയ സന്തോഷമാണ്. കാര്യം അവരുടെ കുടുംബ ബജറ്റിൽ ചെറിയൊരു ആശ്വാസം വരുന്ന നടപടിയാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ചെയ്യുന്നത്. SKN തിരുവനന്തപുരം തമ്പാനൂരിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അതിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം. കാരണം ഇന്നു മുതൽ അവർക്ക് എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പങ്കാളിത്തം സ്ത്രീകളുടേതായി ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഉദ്ഘാടന ബസ്. ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി വി ഡി സതീശനും അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികളും സഞ്ചരിക്കുന്ന ഉദ്ഘാടന ബസ്സാണിത്. നമുക്ക് കാണാം, മെഡിക്കൽ കോളേജ്, കാര്യവട്ടം, കഴക്കൂട്ടം വഴി പോയി പെരുമാതുറ വരെ പോകുന്ന ബസ്സാണ്. ഈ ഉദ്ഘാടന യാത്ര തമ്പാനൂരിൽ നിന്ന് പെരുമാതുറ വരെയാണ്. ഈ ബസ്സിൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികളും സഞ്ചരിക്കുന്നുണ്ട്. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ് വഴി ഈ ബസ് പ്രവേശിച്ച് പുറത്തേക്ക് കടക്കും. ദർബാർ ഹാളിലായിരിക്കും മുഖ്യമന്ത്രി ഇറങ്ങുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് കയറി സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കുകയാണ്. ചേച്ചി, സന്തോഷം. ഡ്രൈവർ ഷീലയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ സന്തോഷം. കാരണം അവർ പെരുമ്പാവൂരിൽ നിന്ന് വന്നതാണ്. അവർക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഉദ്ഘാടന ബസ്സിന്റെ വളയൻ പിടിക്കാൻ കഴിയുക എന്ന് പറയുന്ന വലിയ ചരിത്രത്തിലേക്കാണ് പോകുന്നത് എന്ന് തന്നെയാണ്. അങ്ങനെ ഈ ബസ് ഓടിക്കാൻ റെഡിയാകുന്നു, അതുപോലെ തന്നെ ടിക്കറ്റ് മുറിക്കാൻ റെഡിയാകുന്നു. പ്രത്യേകമായി ഈ സീറ്റുകളടക്കം മുഖ്യമന്ത്രിമാർക്കും അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികൾക്കും ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. അല്പം മുന്നെയാണ് ഗതാഗത മന്ത്രി CP ജോൺ ഈ ഒരു വാഹനത്തിൽ കയറുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അതിൽ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും. അതിനുശേഷം ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കും. അതിനുശേഷം ഇവിടെ നിന്ന് തമ്പാനൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് ബസ് പോവുക. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും അത്രയേറെ സന്തോഷം. കാരണം അവർക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നു ഓർഡിനറി ബസ്സുകളിൽ. അതുപോലെ സർക്കാരിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു അഭിമാന ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയാണ് പ്രാബല്യത്തിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കൂടാതെ ഈ പ്രിയദർശിനി സ്റ്റിക്കർ ഒട്ടിച്ചത് കാണാം. ആ സ്റ്റിക്കറുള്ള ബസ്സുകളിൽ മാത്രമാണ് സൗജന്യ യാത്ര നടപ്പിലാക്കുക. അങ്ങനെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും ഇത്തരത്തിൽ പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൂടി ശ്രദ്ധയിൽപ്പെടണം. അതുപോലെ ആരും സൗജന്യ യാത്ര എന്ന് പറഞ്ഞ് 9 മണി മുതൽ ടിക്കറ്റ് എടുക്കാതെ പോകരുത്. എവിടെയാണ് ഇറങ്ങേണ്ടത് ആ സ്ഥലം പറഞ്ഞ് ടിക്കറ്റ് എടുക്കണം. പക്ഷേ ആ ടിക്കറ്റിന്റെ മൂല്യം 0 പണം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ തലസ്ഥാനത്ത് സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ എല്ലാം സെറ്റാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.